ഓ സഹാബ, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവിടുന്ന് ഓരോ ദുആകൾ ചെയ്തു. ഒന്നാമത്തെ ദുആ ഏതാണെന്നറിയോ? ഒരു റമളാൻ വന്നിട്ട് അവന് പാപമോചനം ലഭിച്ചാതെ അവന് നരകമാണ് ലഭിച്ചതെങ്കിൽ, അതായത് പാപമോചനം ലഭിച്ച് സ്വർഗം നേടാതെ ഒരു റമളാൻ ഒരു മനുഷ്യനിൽ നിന്ന് കടന്നു പോയാൽ അവനിക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ മുത്തുനബി തങ്ങൾ ആമീൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആമീൻ ഏറ്റവും വലിയ കൂട്ടുപ്രാർത്ഥനയല്ലേ? കാരണം ദുആ ചെയ്യുന്നതാരാണ്? മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറയുന്നതാരാണ്? എല്ലാവരുടെയും നേതാവായ മുത്തുനബി തങ്ങൾ. ഈ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? ഇല്ലല്ലോ, തീർച്ചയായും അല്ലാഹു ഈ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ആ ദുആയിൽ നമ്മൾ പെട്ടുപോകരുതേ. ബാക്കി രണ്ട് കാര്യങ്ങളും കൂടെയുണ്ട്. ഈ സദസ്സിൽ വേണ്ടത് ഇതായത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുകൊണ്ട് ഒരു റമളാൻ വന്നിട്ട് ദോഷങ്ങൾ പൊറുപ്പിക്കാതെ ആ റമളാൻ കടന്നുപോയാൽ അല്ലാഹുവിന്റെ ശാപമാണ് അവനുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് റമളാനിൽ നല്ലവണ്ണം തൗബ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി നിങ്ങൾ ആ റമളാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അവിടുന്ന് പറയുന്ന ആ ഒരു ഹദീസില്ലേ, ആ ഹദീസിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ വരുമ്പോ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞ് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ ഖസ്ലതൈനി തുർളൗന ബിഹിമാ റബ്ബുക്കും വഖസ്ലതൈനി ലാ ഗിനം ബിക്കും അൻഹുമാ. പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. ആ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങൾ ചൊല്ലിയാൽ പറയുന്നു. പരിശുദ്ധമായ റമളാൻ വരുമ്പോ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം. എന്താണ് ആ 4 കാര്യങ്ങൾ? ആ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ളതാണ്. മറ്റു 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ് കേട്ടോ. രണ്ടാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തോടുകൂടെ, പിന്നെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയലാണ്. രണ്ടാമത്തത് അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാറാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് നമ്മൾ പാപമോചനം തേടലാണ്. അതാണ് ആ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോ കേവലം നമ്മളിങ്ങനെ വായ കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ ആകൂല. മനസ്സറിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ ദോഷം പൊറുക്കും കേട്ടോ. ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ മാത്രല്ല, സാന്ദർഭ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്കൊക്കെ പല ആവശ്യങ്ങളില്ലേ. വീട് പണികൾ പൂർത്തിയാക്കേണ്ടവരില്ലേ, വാഹനം വേണ്ടവരില്ലേ, അതുപോലെ രോഗം മാറാൻ ഉദ്ദേശമുള്ളവരില്ലേ. ഇതിനൊക്കെ ഇസ്തിഗ്ഫാർ
വലിയ ഫലമാണ് കേട്ടോ. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? നമ്മുടെ ഇമാമുകളുടെ കൂട്ടത്തിൽ 4ാമത്തെ മദ്ഹബിന്റെ ഇമാമല്ലേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകളതാ സുബ്ഹാനല്ലാഹ് 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമുള്ള മഹാനാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരു പള്ളിയിൽ വിശ്രമത്തിനും അവിടുത്തെ ആവശ്യപൂർത്തീകരണത്തിനും നിസ്കരിക്കാനൊക്കെ കയറി. അങ്ങനെ കയറിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു, ആവശ്യപൂർത്തീകരണമൊക്കെ കഴിഞ്ഞു, രാത്രിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ടെത്താൻ ഒരുപാട് സമയമുണ്ട്, തിരിച്ച് നാട്ടിലേക്ക് എത്താനും സമയമുണ്ട്. അതുകൊണ്ട് മഹാനവറുകൾ ചിന്തിച്ചു, ഇന്ന് രാത്രി ഇവിടെ തങ്ങാം എന്ന് ചിന്തിച്ച് മഹാനവറുകൾ അവിടെ കിടക്കുന്ന സമയത്ത് ആ പള്ളി പരിപാലനത്തിന്റെ പള്ളി പരിപാലിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഓരോ നാട്ടിലും. അങ്ങനെ ആ പള്ളി പരിപാലനത്തിന്റെ ആളതാ വന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് പുറത്താക്കുന്നു. അതായത് ഇവിടെ പള്ളി അടക്കാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അതാ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതാ മുന്നോട്ട് പോകുമ്പോ എവിടെയെങ്കിലും എനിക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ, എവിടെയെങ്കിലും രാത്രി തങ്ങാൻ ഒരു സ്ഥലം കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതാ മുന്നോട്ട് പോകുമ്പോ ഒരു വീട്ടിൽ ഒരു ചെറിയ വിളക്ക് കാണുന്നു. അവിടെ ആൾ താമസമുണ്ടെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതാ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ കയറി ചെന്നിട്ട് ഇന്ന് എനിക്ക് ഇവിടെ തങ്ങാൻ അവസരം തരുമോ എന്ന് അവിടെയുള്ള ആളോട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ സ്വീകരിക്കുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങുകയാണ്, ഉറങ്ങാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ആ വീട്ടുകാരനതാ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളിൽ നിന്ന് വല്ല അബദ്ധവും സംഭവിച്ചോ? എന്തേ നിങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അത് കൂടുതലായി നിങ്ങൾ അധികരിപ്പിക്കുന്നതെന്താ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ആ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊക്കെ പറ്റിയ മറുപടിയാണ് കേട്ടോ. ആ മനുഷ്യൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്റെ മക്കളുടെ വിഷയമാണെങ്കിലും എന്റെ എല്ലാ വിഷയങ്ങളും, ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്.